ആഗ്രഹിക്കാതെ ഉണ്ടായ ബേബിയാണ്. എൻ്റെ പേരൻസിനെ ഞാൻ ചേച്ചി മാത്രം മതി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനത് കേൾക്കുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടാതെ ഉണ്ടായതോ. അപ്പം നമ്മുടെ കുഞ്ഞു ഹൃദയം ചെറിയ പ്രായത്തിൽ അത് ഭയങ്കരമായിട്ട് വേദനിക്കും. അത് കാരണം നമുക്ക് ആരെയും വിളിക്കാനും തോന്നില്ല. സത്യല്ലേ? ചെറിയ പ്രായത്തിൽ അന്ന് പോയാലും എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു 2-3 കേസൂടെ എനിക്ക് പറയാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഞാൻ ഒന്നാമത്തെ കേസ് എൻ്റെ സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇമോഷണലായി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കട്ട് ചെയ്യുന്നെങ്കിൽ കട്ട് ചെയ്തു. ഹൃദയം കല്ലൊന്നുമല്ല ഒന്നാമത്തെ കേസ്, അതൊരു ചെറിയ ഹൃദയമില്ലേ. ആഗ്രഹിക്കാതെ ഉണ്ടായ ബേബിയാണ്. എൻ്റെ പേരൻസിനെ ഞാൻ ചേച്ചി മാത്രം മതി. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനത് കേൾക്കുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടാതെ ഉണ്ടായതോ. അപ്പം നമ്മുടെ കുഞ്ഞു ഹൃദയം ചെറിയ പ്രായത്തിൽ അത് ഭയങ്കരമായിട്ട് വേദനിക്കും. പിന്നെ എന്താ പറയുക, ഈ പപ്പയുടെ സ്കിൻ കളറാണ് എനിക്ക്. അപ്പം അതൊരു ഇൻസൈഡ് ഫാമിലിയിലൊരു ഇതാണ്. പക്ഷെ സ്മാർട്ടാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തനിയെ ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യത്തില്ല ആരെയും ഒന്നിനും. ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആകാം. ഇപ്പോൾ പുറമേ കാണുന്നവർ വിചാരിക്കും ഭയങ്കര കല്ല, ഭയങ്കര മസില, ഭയങ്കര സീരിയസ് ആണ്, ആരുടെ ഹെൽപ്പ് വേണ്ട. ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കരയണമെന്ന് കരുതി വിളിച്ചാൽ നിനക്കെന്താ, നീ ധൈര്യമായിട്ട് പോകുമല്ലോ എന്ന് പറയും. അത് കാരണം നമുക്ക് ആരെയും വിളിക്കാനും തോന്നില്ല. ശരിയാ, സത്യല്ലേ? തോന്നുന്നു കഠിനമായി മുഖഭാവം വെച്ച് നടക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാര്യം നമ്മളങ്ങനെ ആയിപ്പോയി സത്യത്തിൽ. ഇപ്പോൾ ഒരു ദിവസം പപ്പ ഭയങ്കര ആൽക്കഹോളിക് ആയിരുന്നു. പുള്ളി കുടിച്ചിട്ട് വന്ന് മമ്മിയായിട്ട് വഴക്കുണ്ടാക്കി. മമ്മീനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ ഞാൻ ചെറുതാണ്, അന്ന് എല്ലൂലൊക്കെ ഇരിക്കുന്നു, 2ാം ക്ലാസ്സിലോ കണ്ടു പഠിക്കുന്നു. അതിന് പപ്പ മമ്മീനെ തൊഴിക്കാനായിട്ട് കാല് എടുത്തപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കയറിയപ്പം പപ്പയുടെ നല്ല ഫിസിക്കാണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള മനുഷ്യനല്ലേ. ആ തൊഴി കൊണ്ടത് എൻ്റെ അടിവയറ്റിലായിരുന്നു. എൻ്റെ മമ്മീനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറുന്നത്. അപ്പോൾ അതെനിക്ക് കിട്ടി. അത് അന്നത്തെ രാത്രി, അന്ന് പപ്പയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. അമ്മ ഭയങ്കരമായിട്ട് കാറി, ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ. എനിക്കാണ് നല്ല പെയിനും, ഞാൻ കരച്ചിലും. എപ്പോഴാണ് കിടന്നുറങ്ങിയെന്ന് ഒരു പിടുത്തമില്ല. പപ്പ ആൽക്കഹോളിൻ്റെ പുറത്തല്ലേ, പുള്ളി ഉറങ്ങി. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഭയങ്കര സ്റ്റൊമക്ക് പെയിനാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഒരു ജീവശവം പോലെ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഇൻഫെക്ഷനോ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അപ്പം അന്നത് ചങ്ങനാശ്ശേരിയിലൊരു നമ്മുടെ പാറേപ്പള്ളി കഴിഞ്ഞിട്ട് SB കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോളേജാണോ SB സ്കൂളാണെന്ന് തോന്നുന്നു, കോളേജല്ല സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുക. ഡോക്ടറുടെ പേര് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല, ഡോക്ടർ ഷാനി. ഡോക്ടർ പറഞ്ഞു ഭയങ്കര സിവിയറാണ്, കുട്ടിക്ക് എന്താ ലാസ്റ്റ് വിഷ് എന്നൊക്കെ ഉള്ളത്, നിങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മയാണ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തിയും അവിടെ എല്ലാം ഭയങ്കര കരഞ്ഞ് പ്രാർത്ഥന. അപ്പായ്ക്ക് അന്നേരം ഭയങ്കര ഗിൽറ്റി ഫീൽ അടിച്ചു തുടങ്ങി, ഭയങ്കര മനപ്രയാസമായി. ആൽക്കഹോളിൻ്റെ പുറത്ത് ചെയ്ത. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആൽക്കഹോൾ ഈസ് ഹൈലി ഡേഞ്ചറസ് വെൻ ഇറ്റ് എക്സീഡ് സർട്ടൻ ലിമിറ്റ്. അന്നേരം നിങ്ങൾ പൊസസ്ഡ് ആകുക, നിങ്ങൾ വേറൊരാളാകുക, നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളല്ല, വേറൊരാളാണ്. അങ്ങനായി. ഞാൻ ട്രെയിൻ കണ്ടിട്ടില്ല റോജിൻ, ചെറിയ പ്രായത്തില്ലേ ട്രെയിൻ കണ്ടിട്ടില്ല. എന്നോട് ചോദിച്ചു എന്നെ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ട്രെയിൻ കാണണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് എന്നെ എടുത്തുകൊണ്ട് വന്ന് പപ്പയാണ്, പുള്ളിയും കരയുക. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര കാറ്റല്ലേ, ഈ കാറ്റത്ത് അന്നേരം ഞാൻ പറന്നു പോകുന്ന ഫീലാണ് എനിക്ക്. ട്രെയിൻ കണ്ടു, തിരിച്ച് നടക്കുക, മമ്മിയും കരയുന്നു, പപ്പയും കരയുന്നു.
അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ വലതുവശത്തൊരു ചെറിയ മാടക്കട പോലൊരു കടയുണ്ട്. ആ കടയിലൊരു ചെണ്ട കണ്ടു. ചെണ്ട എന്താന്ന് മനസ്സിലായി, ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന ചെണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അതെനിക്ക് വാങ്ങിച്ചു തന്നു. അതായത് എൻ്റെ ലാസ്റ്റ് വിഷസൊക്കെ സാധിച്ചു തരികയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ബൈ മിറക്കിൾ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അതിനുശേഷം പല ഇൻസിഡൻസസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡാണ്. മരണത്തിൻ്റെ അറ്റത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു. പിന്നീടാണ് ഇവിടെ ഈ കൊച്ചിയിലത്തെ കേസും ടൈഫോയിഡ് കേസും റോജിനിപ്പോൾ തളർന്ന് കിടന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ കാലും ഫ്രാക്ചറായി, കൈയും ഫ്രാക്ചറായി, ലിറ്ററലി പാരലൈസ്ഡ് സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും. അന്നേരം ഈ തൊട്ടപ്പുറത്ത് മഞ്ഞുമേ പള്ളിയിലെ പെരുന്നാളൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ വെടിക്കെട്ടിൻ്റെ സൗണ്ടും ഈ നമ്മുടെ റോട്ടിൽ കൂടെ ക്ഷേത്രത്തിൽ ഇത് പോകുന്നതും ഒക്കെ എനിക്കും കേൾക്കാം. എനിക്ക് ആഗ്രഹമായിരുന്നു, ഈശ്വര ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. നാട്ടിൽ വന്നത് വിഷ്ണു സാറിനെ ടേക്ക് കെയർ ചെയ്യാൻ, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇതായിപ്പോയി. അപ്പം നമുക്ക് ചുറ്റും കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബാധ്യതയാകുകയാണ് ഞാൻ. എല്ലാവർക്കും ബാധ്യത ആകുക. പിന്നെ ചെറിയ പ്രായം തൊട്ട് ആസ്മെറ്റിക് ഉള്ളതുകൊണ്ട് സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് തടി പണ്ടേ കൂടുതല. അപ്പോൾ ഒരു 17.5 വയസ്സിൽ തന്നെ ഒരു 95 കിലോ എന്നൊക്കെ പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ റോജിന്? നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഓട്ടോക്കാരുടെ വായി നോട്ടവും, ബസ്സിൽ കയറുമ്പോൾ തോണ്ടുന്നവരുടെ പ്രശ്നവും അല്ലാത്ത ആളുകളുടെ പ്രശ്നവും ഒക്കെ എക്സ്ട്രീംലി ഞാൻ പെയിൻഫുള്ളായ സിറ്റുവേഷനോട് പോയിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കൊന്നും ആ അനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഗ്രാജുവലി നമുക്ക് ഫാമിലിയിൽ ഒരു ബ്രോക്കൺ ഫാമിലി എന്ന് പറയുമ്പോൾ മമ്മി ഓർഫനായിരുന്നു, ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. അപ്പോൾ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നും കൂടെ വരുന്ന സമയത്ത് നാച്ചുറലി പുറത്തുനിന്ന് കെയറിങ് ഏട്ടായിമാർ ഇഷ്ടം പോലെ കാണും, ഇല്ലേ? വീണു പോകും. ആരെയും കുറ്റം പറയാൻ പറ്റുകയില്ല. ഞാനിത് പറയുന്നത് പേരൻസ് ശ്രദ്ധിക്കുക. എന്നോട് എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം, ടിറ്റിക്ക് അന്നും ഇന്നും ടിറ്റി എപ്പോഴും തേടുന്ന സ്നേഹമാണ്. അത് കിട്ടിയിട്ടില്ല. സത്യമാണ് അയാൾ പറഞ്ഞ വാക്ക്. നല്ലൊരു അപ്പനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അനുഭവങ്ങളിൽ കൂടെ ഒന്നും കടന്നു പോകില്ലായിരുന്നു. ശരി. ഇപ്പം അപ്പ കൂടെ ഉള്ളത് സോൾവ് ആയിട്ട് ഫിസിക്കലി. പുള്ളിക്ക് അന്ന് എന്താണോ ചെയ്യാൻ പറ്റാത്തത് അതൊക്കെയാണ് ഇപ്പം പുള്ളി ചെയ്യുന്നത്. പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ട്, സങ്കടമുണ്ട്, പക്ഷെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു അപ്പനാവുക. അപ്പനാവാൻ പറ്റുന്നില്ലേ, നല്ല അമ്മയുണ്ടെങ്കിൽ, ഐ മീൻ എൻ്റെ മമ്മിയും നല്ല മമ്മിയല്ല എന്നല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് നല്ല പേരൻസ് ആവുക. നിങ്ങൾക്ക് നല്ല പേരൻസ് ആവാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പറ്റുമെങ്കിൽ പറ്റും, ഇല്ലെങ്കിലില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഐ വിൽ ബി എ ഗ്രേറ്റസ്റ്റ് മദർ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇൻഫെർട്ടിലിറ്റി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കേസാണ്. പക്ഷേ എനിക്കൊരു ബേബി ഉണ്ട്, ഞാൻ ആ ബേബീനെ എൻ്റെ നെഞ്ചിൽ നിന്നെടുത്ത് മാറ്റില്ല. ഒരാൾ തൊടാൻ സമ്മതിക്കില്ല, ഒരാൾ അടുത്ത് വന്നിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര ഓവർലി പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യും. കരയാൻ സമ്മതിക്കത്തില്ല, എന്നാൽ ഓവർലി പാമ്പറിങ് ആവത്തില്ല, സ്പൂൺ ഫീഡിങ് ആവത്തില്ല, അമൂൽ ബേബി ആക്കി കളയത്തുമില്ല. എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോകണം. കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ പേരൻസ് ആവാനായിട്ട് വേണം എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നാച്ചുറലി നമ്മളെ മറ്റൊരാൾക്ക് ബാധ്യത ആവാതിരിക്കാൻ നമ്മൾ ചിന്തിക്കും. ഞാൻ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, അഗെയിൻ, കാര്യം അത് പേടിയായൊരു ഡയറക്ഷൻ ആയതുകൊണ്ട്. എന്നാലും ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാക്ചർ ഉണ്ട്, അപ്പോൾ ആ ഫ്രാക്ചർ വെച്ച് ഒരു കാരണവശാലും എണീക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും കുളിക്കാൻ ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കുളിക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. 1.5 മാസമായിട്ട് ബോഡി തുടയ്ക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റത്തില്ല, ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം. ഇപ്പം വീൽ ചെയറിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ഹെൽപ്പ് വേണ്ടേ? അപ്പം ആ ഹെൽപ്പിനെ നമുക്ക് ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ നമ്മളെ സഹായിക്കുന്നത്. കാര്യം അന്ന് എനിക്ക് അങ്ങനെ ഒരു ഫ്രാക്ചർ ഉണ്ടാക്കിയ കേസ് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇപ്പോഴാണ് അറിയാവുന്നത്. ഇപ്പോഴും അതിൻ്റെ സീരിയസ്നെസ് അത്ര കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കഴിയുന്നതെല്ലാം നമ്മളിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച്, ഹൈഡ് ചെയ്യുന്നുള്ളതല്ല, നമ്മൾ സഫർ ചെയ്യും. എന്തിനാ ബാക്കിയുള്ളവർ
പെയിൻഫുൾ ആക്കുന്നത് എന്ന് ചിന്തിച്ചു. പക്ഷെ അന്ന് എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുള്ളൂ, ഇപ്പോഴും നന്ദിയുള്ളൂ. അതെല്ലാ കാലഘട്ടത്തിലും അത്ര മാത്രമായിരിക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, എണീറ്റ് പതറിപ്പോകും, പക്ഷേ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. റോജിൻ പറഞ്ഞില്ലേ, ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇങ്ങനെ എടുത്ത് കിടത്തിയതുപോലൊരു ഫീലായിരുന്നു എന്നുള്ളത്. ഈ സെയിം സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തല ഇടിക്കാതെ എന്നെ പെട്ടെന്ന് വന്ന് പിടിച്ചതൊരു മാലാഖയാണ്. ഇല്ലെങ്കിൽ അന്ന് തല ഇടിച്ചുകൂടെ വീഴാം, പൊട്ടിപ്പോയില്ല തല. ഒന്ന് ആലോചിച്ച് നോക്ക്, ബാത്റൂമിൻ്റെ ടൈലയിൽ തല ഇടിച്ചു വീണുള്ള അവസ്ഥ. അങ്ങനെ പൊട്ടിപ്പോകേണ്ടതല്ല എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ടുണ്ട്. അത് ചെയ്യാതെ ഒന്നും പോകാൻ സാധിക്കത്തില്ല. എത്ര കടന്ന് ഇവിടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചിട്ടും അഗെയിൻ ഞാൻ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം വീണ്ടും എനിക്ക് ചോദിക്കേണ്ട വന്നത്, ഇപ്പോൾ ഐ ആം ലില്ലി എന്ന് പറയുന്ന ബുക്കുണ്ട്, ഞാൻ ലില്ലി. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ഒരു മനുഷ്യനും ആ ഒരു സ്റ്റേജിൽ കൂടെ ഒന്നും ഒരിക്കലും കടന്നു പോയി നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം കെയറിങ്, സ്നേഹം, അങ്ങനെ ഇങ്ങനെ ഒന്ന് പല കേസസ് ഉണ്ട്. ഇപ്പം 19ാമത്തെ വയസ്സിൽ എൻ്റെ ഫസ്റ്റ് മാരേജ്, അത് പക്ഷേ ബ്രോക്കൺ റിലേഷൻഷിപ്പ് ആയിപ്പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വിഷ്ണു സാറിൻ്റെ കേസ്. അത് ഇങ്ങനായി. പിന്നെ ഇപ്പോൾ ഇൻഫെർട്ടൈൽ എന്നുള്ളൊരു സിറ്റുവേഷനായി. സോ ഞാൻ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പം ചെറിയ പ്രായത്തിൽ അന്ന് പോയായിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. വിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? കർമ്മം ചെയ്യാനില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ, ചെയ്യാനുണ്ട്. അത്തരത്തിൽ പോകേണ്ട ഒരുപാട് സോളുകളെ ഒരുപക്ഷെ നമ്മളിലൂടെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ആത്മഹത്യ ഇപ്പോൾ എപ്പോഴും അറിയാലോ, ഞാൻ പലപ്പോഴും പറയാറുള്ളല്ലേ, എൻ്റെ അടുത്തോട്ട് വരുന്ന എല്ലാ കേസുകളും സൂയിസൈഡ് കേസുകളാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ ഞാൻ ആ പെയിനിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പോയിന്റ് ഓഫ് സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് മറ്റ് കേസുകളെക്കാളും എനിക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൂയിസൈഡ് കേസുകളാണ്. എനിക്കറിയാം അവർ നിൽക്കുന്ന പോയിന്റ് ഏതാണ്, തലം ഏതാണ്. കാരണം നമ്മൾ ഒരു സോളിനെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വേറെ ഒരുപാട് സോളുകൾക്ക്, അച്ഛൻ, അമ്മ, സഹോദരി, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. കാരണം ഒരാൾക്ക് മാത്രമല്ലല്ലോ, അതെപ്പോഴും ഒരുപാട് ആളുകൾക്ക് കൂടിയുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു. നമ്മുടെ ശത്രുവാണെങ്കിലും നമ്മുടെ മിത്രമാണെങ്കിലും നമുക്കത് ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. നമ്മളെ ദ്രോഹിച്ചവരോട്, ഒരാളോട് ഒരു ദേഷ്യവും ഇപ്പോഴും ഇല്ല. അങ്ങനെ ഒരാളെ മറന്നോ? ഇല്ല, മറന്നിട്ടില്ല, മറക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരൊന്നൊരു ശത്രുക്കളായ, എക്സ്ട്രീം ശത്രുക്കളായിട്ടുള്ള ആളുകളാണ് ഉള്ളത്. എന്നാൽ അവരോടൊന്നും നമുക്ക് എനിക്കില്ല കേട്ടോ, ഒരു പരാതി, ഒരു പരിഭവം ഒന്നുമില്ല. കാര്യം നമ്മൾ അവരോട് പരാതിയും പരിഭവം പറഞ്ഞിട്ട് എന്താ പ്രയോജനം? കരഞ്ഞിരിക്കുകയുള്ളൂ. എന്നാൽ എനിക്ക് പരാതി, പരിഭവം എന്ന് പറയുന്നത് ഞാൻ സ്നേഹിച്ചവരോടാണ്. അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേ അത് റോജിനും തോന്നിയിട്ടില്ലേ? നമ്മളത്രയും അധികം സ്നേഹിച്ച് നമ്മുടെ പ്രാണൻ പോയാലും അവർക്കൊന്നും സംഭവിക്കരുത്, അവരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാം എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആളുകളില്ലേ. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഐ ഹാവ് ക്ലോസ്ഡ് മൈ ഡോർ ഫോർ എന്താ പറയുക, ഒരു ലൈഫ്. അങ്ങനെയൊന്നുമല്ല, ഓപ്പൺ ആയിരുന്നു. അതിലേക്ക് എൻട്രി ആയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ അത് ആർക്കോ ഭാഗ്യമില്ല, എനിക്കാണോ അദ്ദേഹത്തിനാണോ എന്നറിയില്ല, അതും ഷട്ട് ഡൗൺ എന്നുള്ളൊരു സിറ്റുവേഷനായി. സോ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ആ കർമ്മങ്ങൾക്ക് ഇമോഷൻസ്, ഹ്യൂമൻ ഫോമിലെ ഇമോഷൻസ് എപ്പോഴും ഒരു പ്രതിബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആണ് ബൈബിളിലാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഹൃദയം പരിശോധിക്കുന്നു. പുറമെ ഇങ്ങനെ ഭയങ്കര തടിയും മീശയൊക്കെയായിട്ടിരിക്കുന്ന റോജിനും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലുക്ക് തോന്നാൻ ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ചൈൽഡിഷ് മൈൻഡ് ആണെന്നുള്ളത് ദൈവം തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുക, കർമ്മം കണ്ടിന്യൂ ചെയ്യുക.